എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബികോം BBA ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ വീഡിയോസാണ് നമ്മൾ പാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പുതിയൊരു പാർട്ട് വീഡിയോ ആണ്. ഇത് ബികോം സ്റ്റുഡൻസിനായിരിക്കും യൂസ്ഫുൾ ആവുക. അതായത് നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിൽ 3 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ടിരിക്കും മോഡൽസിനെ കുറിച്ച്. ഈ ഒരു പാർട്ടിൽ ഞാൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ് ക്ലാസ് എടുക്കുന്നത്. അടുത്ത പാർട്ടിൽ ലീനിയർ പ്രോഗ്രാമിംഗും ആയിരിക്കും. അപ്പോൾ അവസാനത്തെ മൊഡ്യൂൾ നമ്മൾ 3 പാർട്ടുകളിലൂടെയാണ് ചെയ്തത്. ഓരോ പാർട്ടും കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ അവസാനത്തെ മൊഡ്യൂൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഈ മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ വർഷം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ടൈപ്സ് ഓഫ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ആദ്യം തന്നെ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേമാണ്. Decision making is the process of selecting best alternative among different alternatives. അതായത് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല കോഴ്സുകൾ എടുത്ത് പഠിക്കാം. BCom എടുക്കാം, BBA എടുക്കാം, BAക്ക് പോകാം, അതല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പോകാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് നിങ്ങളെല്ലാവരും BCom ചൂസ് ചെയ്തു അല്ലേ? അപ്പോൾ അതൊരു ഡിസിഷനാണ് നിങ്ങളുടെ. അതായത് മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് BCom പഠിക്കാം, BBA പഠിക്കാം, BA പഠിക്കാം, BSc, അങ്ങനെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നിങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നിങ്ങൾ സെലക്ട് ചെയ്തു. ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ്. അതൊരു സെലക്ഷൻ ആണ്. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്, അങ്ങനെ പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്. ഒരുപാട് ഓൾട്ടർനേറ്റീവ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഞാനൊരു സിമ്പിളായിട്ട് പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരിക്കും ക്യൂട്ടിയുടെ വീഡിയോസ് ഇടുന്നത് അല്ലേ? അപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല. അതിൽ നിന്നും നിങ്ങളിപ്പോൾ ജുറാസിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഡിസിഷൻ. ജുറാസിൻ്റെ വീഡിയോ കണ്ടിട്ട് പോകാം അല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ഏത് വീഡിയോ ആണ് നല്ലത്, ഏത് വീഡിയോ അല്ലെങ്കിൽ നോട്ട്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും, ഏത് വീഡിയോ കണ്ടാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കുകയും വേണം, കൂടുതൽ മാർക്ക് കിട്ടുകയും വേണം. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്. അടുത്തത് കഴിഞ്ഞ വർഷത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്? അപ്പോൾ 5 ടൈപ്പ് ഡിസിഷൻസ് പഠിക്കുക. സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഉണ്ട്, ടാക്റ്റിക്കൽ ഡിസിഷൻ ഉണ്ട്, ഓപ്പറേഷണൽ ഡിസിഷൻ ഉണ്ട്, പ്രോഗ്രാംഡ് ഡിസിഷൻ ഉണ്ട്, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ ഉണ്ട്. ഇതാണ് 5 ടൈപ്പിലുള്ള ഡിസിഷൻ. ഡിസിഷൻ മേക്കിംഗ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് എക്സാമിന് 5 മാർക്കിന്റെ എക്സാം ആണ്, അല്ലെങ്കിൽ 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 5 പോയിന്റ് എഴുതിയാൽ മതി. സ്ട്രാറ്റജിക്കും ടാക്റ്റിക്കലും ഓപ്പറേഷണലും അതുപോലെ തന്നെ പ്രോഗ്രാമഡും നോൺ പ്രോഗ്രാമഡും. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് ടേം ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡിസിഷൻ ഒരു ലോങ് ടേം ഡിസിഷൻ ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് ഡിസിഷൻ ഒരു ലോങ് ടേം ഡിസിഷൻ ആണ്. ആ ഡിസിഷൻ എടുക്കുക ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് 2 ലൈനായിട്ടൊക്കെ എഴുതാം. സ്ട്രാറ്റജിക് ഡിസിഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ലോങ് ടേം ഡിസിഷൻ. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് വെച്ച് 1-2 ലൈൻ എക്സ്പ്ലനേഷന് അതിന് കൊടുക്കാം. റൈറ്റ്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടേം ഡിസിഷൻ ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ആ ഡിസിഷൻ എടുക്കുന്നത്. അടുത്തതാണ് ടാക്റ്റിക്കൽ ഡിസിഷൻ. ടാക്റ്റിക്കൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ഡിസിഷൻ. ടാക്റ്റിക്കൽ ഡിസിഷൻ ഒരു ഷോർട്ട് ടേം ഡിസിഷൻ ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഷോർട്ട് ടേം ഡിസിഷൻ ആണ്. അത് എടുക്കുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്തായിരുന്നു? നമ്മൾ ആദ്യം ഡിസിഷൻ മേക്കിംഗ് പഠിച്ചു. അതൊന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കൂ. റിപ്പീറ്റ് ചെയ്ത് പറയുക. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ്. ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രോസസ് ആണ്. പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. റൈറ്റ്? അതിൽ തന്നെ
5 രീതിയിലുള്ള ഡിസിഷൻസ് ആണുള്ളത്. സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ, ഓപ്പറേഷണൽ, പ്രോഗ്രാംഡ്, നോൺ പ്രോഗ്രാംഡ്. അതിലൊന്നാമത്തതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് ടേം ഡിസിഷൻ. അതൊരു ലോങ് ടേം ഡിസിഷൻ ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അത് എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അടുത്തതാണ് ടാക്ടിക്കൽ ഡിസിഷൻ. ടാക്ടിക്കൽ ഡിസിഷൻ ഈസ് എ ഷോർട്ട് ടേം ഡിസിഷൻ. ടാക്ടിക്കൽ ഡിസിഷൻ ഒരു ഷോർട്ട് ടേം ഡിസിഷൻ ആണ്, ടേക്കൺ ബൈ ലോവർ ലെവൽ മാനേജ്മെന്റ്. അത് എടുക്കുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അടുത്തതാണ് ഓപ്പറേഷണൽ ഡിസിഷൻ. ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസിഷൻ റിലേറ്റഡ് ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിലെ ദൈനംദിന കാര്യങ്ങൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈനംദിന കാര്യങ്ങൾ. ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ് ആൻഡ് റൊട്ടീൻ ഇൻ നാച്ചർ. ദിവസവും ഒരേ കാര്യം തന്നെ ആയിരിക്കില്ലേ ചെയ്യുക, അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റേറ്റീവും റൊട്ടീനുമായിരിക്കും. അടുത്തത് പ്രോഗ്രാംഡ് ഡിസിഷൻ. പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിപ്പീറ്റേറ്റീവ്, റൊട്ടീൻ ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ഡിസിഷൻ. കൃത്യമായ ഒരു അജണ്ടയോടുകൂടി, സ്ട്രക്ചറോടുകൂടി ഒരു റിപ്പീറ്റേറ്റീവ് ആൻഡ് റൊട്ടീൻ നാച്ചറിലുള്ള ഡിസിഷനെയാണ് പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റേറ്റീവ് ആയിരിക്കില്ല, റൊട്ടീനും ആയിരിക്കില്ല, അത് യുണീക്ക് ആയിരിക്കും, അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡും ആയിരിക്കും. അപ്പൊ പഠിച്ചില്ലേ? സെറ്റല്ലേ? നിങ്ങളുടെ കമന്റ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. പല വീഡിയോസിനും, അതായത് ഇപ്പോൾ കഴിഞ്ഞു പോയ ബാച്ചൊക്കെ നമുക്ക് ഒരുപാട് നല്ല അവരുടെ ജെന്യൂൻ ഫീഡ്ബാക്സ് നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല, നോട്ട്സ് ഒന്നും യൂസ്ഫുൾ ആണോ എന്നൊന്നും. അപ്പം നിങ്ങൾ എന്തായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കമന്റ്സ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു എനർജി. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഡിസിഷൻസിന്റെ ടൈപ്പ് പഠിച്ചു. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ ഓർക്കുക, ടാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ലോവർ ലെവൽ ഓർക്കുക, ഓപ്പറേഷണൽ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓർക്കുക, പ്രോഗ്രാം എന്ന് ഓർക്കുമ്പോൾ വെൽ സ്ട്രക്ചേർഡ് എന്ന് ഓർക്കുക, നോൺ പ്രോഗ്രാംഡ് അൺസ്ട്രക്ചേർഡ്. അടുത്തതാണ് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഐഡന്റിഫൈ ദ പ്രോബ്ലം. നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ +2 കഴിഞ്ഞ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കണം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? എന്ത് കോഴ്സ് പഠിക്കണം, അതായത് +2 കഴിഞ്ഞു, ഇനി എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ പ്രോബ്ലം. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ പ്രോബ്ലം. രണ്ടാമത്തത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെ അടുത്തുനിന്നെല്ലാം നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ +2 കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ടീച്ചേഴ്സിനോട്, റിലേറ്റീവ്സിനോട്, കസിൻസിനോട്, ഫ്രണ്ട്സിനോട്, അല്ലെ, അങ്ങനെ അറിയുന്ന ആളുകളോടൊക്കെ ചോദിക്കും നിങ്ങൾ, എന്താണ് ഞാൻ പഠിക്കേണ്ടത് ഇനി +2 കഴിഞ്ഞു, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അല്ലെങ്കിൽ സയൻസ് ആണോ നല്ലത് എന്നൊക്കെ നിങ്ങളിങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഐഡന്റിഫൈ ദ ആൾട്ടർനേറ്റീവ്സ്. നിങ്ങൾ ആൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ 3 ആൾട്ടർനേറ്റീവ് വന്നു, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന്. ദെൻ ഇവാലുവേറ്റ് ദ ആൾട്ടർനേറ്റീവ്. നിങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്യും. സയൻസ് പഠിച്ചാൽ എനിക്ക് എന്തൊക്കെ ഗുണമുണ്ട്, എൻ്റെ മാർക്കിനനുസരിച്ച് എനിക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടുമോ, കൊമേഴ്സ് പഠിച്ചാൽ എനിക്ക് എന്തൊക്കെ ഗുണമുണ്ട്, എൻ്റെ മാർക്കിനനുസരിച്ച് എനിക്ക് കൊമേഴ്സ് കിട്ടുമോ, ഹ്യൂമാനിറ്റീസിന്റെ സ്കോപ്പ് എന്താണ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ 5ാമത്തെ സ്റ്റെപ്പിൽ സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അങ്ങനെ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്തു? BCom സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ BCom കൊമേഴ്സ് സെലക്ട് ചെയ്തു. സോറി. ദെൻ 6ാമത്തത് ഇംപ്ലിമെന്റേഷൻ. നിങ്ങൾ അഡ്മിഷൻ എടുത്തു. 7ാമത്തത് ഫോളോ അപ്പ്. ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്പ്. 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഐഡന്റിഫൈ ദ പ്രോബ്ലം, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, പിന്നെന്താണ് ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ്, വാല്യുവേറ്റ് ആൾട്ടർനേറ്റീവ്, സെലക്ട് ആൾട്ടർനേറ്റീവ്, ദെൻ ഇംപ്ലിമെന്റേഷൻ, ഫോളോ അപ്പ്. ദെൻ അടുത്തതാണ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ്. എസ്എ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. 4 രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ആണുള്ളത്. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി. രണ്ടാമത്തത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി.
മൂന്നാമത്തത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, നാലാമത്തത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. ഇതാണ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ. അതായത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. 4 രീതിയിലാണ് ഡിസിഷൻ എടുക്കുക. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി, അനിശ്ചിതത്വമായ ഒരവസ്ഥയിൽ. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി, സെർട്ടൈനിറ്റിയിൽ, നിശ്ചയമുള്ള കാര്യങ്ങളിൽ. ദെൻ റിസ്ക്, കോമ്പറ്റീഷൻ. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് സിറ്റുവേഷൻ ഡിസിഷൻ മേക്കേഴ്സ് ഹാവ് കംപ്ലീറ്റ് നോളജ് അബൌട്ട് ഔട്ട്കംസ്. അതായത് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സെർട്ടൈൻ ആയിരിക്കും, വ്യക്തമായ നോളജ് ഉണ്ടായിരിക്കും. പെർഫെക്റ്റ് നോളജ് അബൌട്ട് ഔട്ട്കം, അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്ന് പറയുന്നത്. വ്യക്തമായ ഒരു നോളജ് ഉണ്ടായിരിക്കും എങ്ങനെ ഡിസിഷൻ എടുക്കണമെന്ന്. അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്ന് പറയുന്നത്. പെർഫെക്റ്റ് നോളജ് എന്നോർത്താൽ മതി, അല്ലെങ്കിൽ കംപ്ലീറ്റ് നോളജ് എന്നോർത്താൽ മതി. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് സിറ്റുവേഷൻ ഡിസിഷൻ മേക്കേഴ്സ് ഹാവ് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഔട്ട്കം. അതായത് ഔട്ട്കത്തിനെ കുറിച്ച്, എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത, ലാക്ക് ഓഫ് നോളജ്, വളരെ അറിവ് കുറഞ്ഞ ഒരു സിറ്റുവേഷനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അണ്ടർ ദിസ് മെത്തേഡ് ഡിസിഷൻ മേക്കേഴ്സ് ഹാവ് സം നോളജ് അബൌട്ട് ഔട്ട്കംസ്. അതായത് ഔട്ട്കത്തിനെ കുറിച്ച് ചെറിയൊരു നോളജ് ഉണ്ട്. അപ്പോൾ ഔട്ട്കത്തിനെ കുറിച്ച് കംപ്ലീറ്റ് നോളജ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെർട്ടൈനിറ്റി എന്നും, ഔട്ട്കത്തിനെ കുറിച്ച് ലാക്ക് ഓഫ് നോളജ് ആണെങ്കിൽ അതിനെ അൺസെർട്ടൈനിറ്റി എന്നും, ഔട്ട്കത്തിനെ കുറിച്ച് സം നോളജ് ഉണ്ടെങ്കിൽ, കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ അതിനെ റിസ്ക് എന്നും പറയുന്നു. ദെൻ നാലാമത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. എന്ന് വെച്ചാൽ അണ്ടർ ദിസ് മെത്തേഡ് ഡിസിഷൻ മേക്കേഴ്സ് ഹാവ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ആക്ഷൻ. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡിസിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. എൻ്റെ ഫ്രണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ടും ഒരുമിച്ച് ആണ് പഠിച്ചത്. അവൻ കൊമേഴ്സ് എടുത്തു, അപ്പം ഞാനും കൊമേഴ്സ് എടുത്തു. അപ്പോൾ അവനിലൂടെ ഇൻഫ്ലുവൻസ് ആയിട്ട്, അല്ലെങ്കിൽ അവനെ ഒരു കോമ്പറ്റീറ്ററായി കണ്ട് അവൻ്റെ ആക്ഷൻ്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിസിഷൻ ട്രീ അനാലിസിസ്, അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസിഷൻസ് ആൻഡ് ഔട്ട്കം. ഡിസിഷൻസിനെയും അതിൻ്റെ ഔട്ട്കത്തിനെയും ഒരു ചാർട്ട് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസിഷൻ ട്രീ എന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്നോ ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസിഷൻസ് ആൻഡ് ഔട്ട്കംസ്. ഡിസിഷൻസിൻ്റെയും ഔട്ട്കത്തിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് നോഡ്സ് ആൻഡ് ബ്രാഞ്ചസ്. എന്താണ് നോഡും ബ്രാഞ്ചും? പ്രീവിയസ് ഇയറിൽ 2 മാർക്കിന് ചോദിച്ചതാണ്. ഡിസിഷൻ പോയിന്റ്സ് ഓർ ഇവന്റ്സ് ആർ കോൾഡ് നോഡ്സ്. ഡിസിഷൻ പോയിന്റ്സിനെയാണ് നോഡ്സ്, അങ്ങനെ മാത്രം ഓർത്താൽ മതി. ഡിസിഷൻ പോയിന്റ്സ് ആർ കോൾഡ് നോഡ്സ്, പോസിബിൾ ഔട്ട്കംസ് ആർ കോൾഡ് ബ്രാഞ്ചസ്. ഡിസിഷൻ പോയിന്റ്സിനെ നമ്മൾ നോഡ് എന്നും പോസിബിൾ ഔട്ട്കത്തിനെ നമ്മൾ ബ്രാഞ്ച് എന്നും പറയുന്നു. ഇനി ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷനും വേണ്ട, എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ചെടുത്തു. ആദ്യം ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നായിരുന്നു പഠിച്ചത്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ്. ഇനി ടൈപ്സ് ഓഫ് ഡിസിഷൻ 5 മാർക്കിന് ചോദിച്ചാൽ അത് സെറ്റ് ആയിട്ടുണ്ട്. സ്ട്രാറ്റജിക് ഡിസിഷൻ, ടാക്ടിക്കൽ ഡിസിഷൻ, ഓപ്പറേഷണൽ ഡിസിഷൻ, പ്രോഗ്രാംഡ് ഡിസിഷൻ, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. അതിലൊന്നാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ എടുക്കുന്ന ഡിസിഷൻ, ടാക്ടിക്കൽ ലോവർ ലെവൽ എടുക്കുന്ന ഡിസിഷൻ, ഓപ്പറേഷണൽ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, പ്രോഗ്രാംഡ് എന്ന് പറയുമ്പോൾ വെൽ സ്ട്രക്ചേർഡ്, നോൺ പ്രോഗ്രാംഡ് എന്ന് പറയുമ്പോൾ അൺസ്ട്രക്ചേർഡ്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്പാണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, കളക്ഷൻ ഓഫ് ഡാറ്റ, ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ്, ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്, സെലക്ട് ആൾട്ടർനേറ്റീവ്, ഇംപ്ലിമെന്റേഷൻ, ഫോളോ അപ്പ്. ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ആണ് പിന്നെ 4 സിറ്റുവേഷൻ ആണുള്ളത്. സെർട്ടൈനിറ്റി എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ഡിസിഷൻ. അൺസെർട്ടൈനിറ്റി എന്ന് പറയുമ്പോൾ
ലാക്ക് ഓഫ് നോളജ് എബൌട്ട് ഡിസിഷൻ. റിസ്ക് എന്ന് പറയുമ്പോൾ സം നോളജ് എബൌട്ട് ഡിസിഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഡിസിഷൻ ഡിപ്പെൻഡ് അപ്പോൺ കോമ്പറ്റീറ്റേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് ഡിസിഷൻ ട്രീ എന്താണെന്നാണ്. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസിഷൻ ആൻഡ് ഔട്ട്കം. പിന്നെ നോഡും ബ്രാഞ്ചും. നോഡ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ പോയിന്റ്, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പോസിബിൾ ഔട്ട്കം. ഈ നോട്ടിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്ന മെസ്സേജസിനെല്ലാം തന്നെ അവർക്ക് നോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. കിട്ടാത്തവർ വീണ്ടും അയക്കുക. ഓക്കെ, താങ്ക്